ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് ധർമ്മം തിരിച്ചു വന്നത് തന്നെ. അലോകിനോട് പറയാനുണ്ട്, എടാ അനുമോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. അവളെ മുഖേന എങ്ങനെയെങ്കിലും ഗോമതിയുടെ കയ്യിൽ നിൽക്കുന്ന ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാമെന്ന്. പക്ഷേ പിന്നീടാണ് അതൊരു വലിയ നിരാശയായിപ്പോയെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം ധർമ്മൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവനെ മുഖേന വെച്ചിട്ട് നമുക്കൊരു പണിയുണ്ട്. എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എടാ അപ്പുറത്തെ ബാലൻ്റെ അഹങ്കാരം എന്താണ്? അവിടെ ഒരു ഗോമതി സ്റ്റോർ ഉണ്ടെന്നുള്ളതല്ലേ. അതിന് തൊട്ടടുത്ത് വേറെ ഒരു പലചരക്ക് കടകളും ഇല്ല. അതുപോലെ ഒരെണ്ണം അപ്പുറത്ത് വന്നാലോ? അതെന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നീ നോക്കിക്കോ, വഴിയെ ഒരു കട കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ ബാലൻ തകരും. അതാണ് എൻ്റെ ഉദ്ദേശം. വഴിയെ നമുക്ക് ആലോചിക്കാടാ എന്നിങ്ങനെ പറയാട്ടോ. അകത്ത് അമ്മയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാട്ടോ. കാര്യം ധർമ്മന് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊരു സങ്കടമുണ്ട്. പക്ഷെ അനുമോള് ചെന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ഇതൊന്നും വിശ്വസിക്കരുത്, അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, അച്ഛൻ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ പറഞ്ഞതാവും. എടി, ധർമ്മൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അവനൊരു പഞ്ചപാവമാണ്. അവൻ ആരുടെയും ഒരു വകയും മോഷ്ടിക്കത്തില്ല. അവൻ്റെ മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ മുറിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്യത്തുള്ളൂ. അവന് എടുക്കാത്ത പൈസ കള്ളനാണെന്നും പറഞ്ഞ് ബാലൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിൽ പറ്റുമോ അവന് താങ്ങാനായിട്ട്? അതുമാത്രമല്ല, സ്വന്തം എന്നെക്കാളും സ്നേഹം അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് അവൻ കാണുന്നത് ആരെയാണ്? ബാലനെയും ഗോമതിയാണ്. എന്നിട്ട് അവരിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അവന് സങ്കടം വരുമോ ഇല്ലേ? താങ്ങാനാവാത്തതുകൊണ്ടാണ്. മുത്തശ്ശി അതൊന്നും വിശ്വസിക്കില്ലേ. അച്ഛൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. മാമന് എന്താ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്തായാലും നടന്നു എന്നവരിങ്ങനെ പറയാട്ടോ. ദേവിയാണെങ്കിൽ ഒരു കാര്യങ്ങൾ ഓർത്തോർത്ത് വിഷമിച്ചിരിക്കാട്ടോ. അവിടുന്ന് ബാഗും തൂക്കി നമ്മുടെ ധർമ്മൻ ഇറങ്ങി പോണത് കാണുമ്പോൾ അത് വീണ്ടും മനസ്സിൽ ഓർത്തോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആനന്ദ് വന്ന് ചോദിക്കുകയാണ്, എന്തിനാടി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ ഇരുന്ന് പോകുന്നത്? അല്ല, ധർമ്മമാവൻ പാവം. അയ്യോ, ധർമ്മമാവൻ പാവമാണെന്ന് നീ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മാമൻ ഒരു പൈസ പോലും മോഷ്ടിക്കില്ല. പക്ഷേ 25,000 രൂപ മാമന് വേണമെങ്കിൽ എടുത്തോട്ടേന്നോ? എൻ്റെ മാമനെ നിന്നോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലടി. മാമൻ്റെ സ്വന്തം കട തന്നെയാണ്. മാമന് ആവശ്യമുണ്ടെങ്കിൽ മാമൻ ഇവിടെ നിന്ന് എത്ര രൂപ വേണമെങ്കിലും എടുക്കാം. നിൻ്റെ ഔദാര്യം വേണോ? അയ്യോ, എൻ്റെ ഔദാര്യം വേണ്ട, എടുത്തോട്ടെ. പക്ഷേ എന്നോട് പറയണമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. വാലച്ചനോട് കണക്ക് കൊടുക്കണ്ടേ? എന്നോട് ജസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനവിടെ എഴുതി വെക്കുമായിരുന്നല്ലോ. മാമൻ്റെ പേരിൽ പറ്റ് 25,000 രൂപ എഴുതി വെച്ചാൽ കണക്ക് ടാലിയായിട്ട് എനിക്ക് കൊടുക്കാമായിരുന്നു. പറ്റ് കൊണ്ട് പോടി അങ്ങോട്ട്. അവളുടെ ഒരു പറ്റും കൊണ്ട് വന്നേക്കണം വലിയ കണക്ക് പിള്ള. എടി, 25,000 രൂപ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നീ തന്നെ എടുത്തിരിക്കണം. ഞങ്ങളുടെ മാമൻ ഒരിക്കലും ഒരു കള്ളത്തരവും കാണിക്കത്തില്ല. എനിക്ക് 100% വിശ്വാസമാണ്. ആനന്ദൻ എന്താ പറഞ്ഞത്? ഞാനെന്തിനാ 25,000 രൂപ എടുക്കുന്നത്? ഞാനെങ്ങനെ ആരെയും കള്ളവും വഞ്ചനയും ചതിയും അങ്ങനെയൊന്നും പൈസ മോഷ്ടിച്ച് ചതിക്കത്തില്ല. നീ എന്താ പറഞ്ഞത്? അല്ല, ഇപ്പം 25,000 രൂപ ഞാൻ എടുത്തുന്നല്ലേ ആനന്ദേട്ടൻ പറഞ്ഞു. ഞാനിപ്പോൾ അതെടുത്തിട്ട് മാമനെ ചതിക്കേണ്ട ആവശ്യം എന്താ? നീ അങ്ങനെ പച്ച പാവം ചമയല്ലേ? നീയേ ആരും ചതിക്കൂലെന്ന് അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന മുതൽ എന്നെ നീ വഞ്ചിച്ചില്ലേടി? നീയും നിൻ്റെ കുടുംബവും എല്ലാം കൂടെ. അവളാണ് ഈ ന്യായം പറയുന്നത്. അത് കേൾക്കുമ്പോൾ ദേവി തളർന്നു പോവാട്ടോ. ദേവി അങ്ങോട്ട് കരയാൻ തുടങ്ങി. കള്ളി, നീ ഒറ്റ തന്നെടി അതിനെല്ലാത്തിനും കാരണം. നീ ആയിരിക്കും അടിച്ചു മാറ്റിയത്. നീക്കും നിൻ്റെ കുടുംബക്കാർക്കുമാണ് മോഷണം വശത്തായിട്ടുള്ളത്. അല്ലാതെ എൻ്റെ വീട്ടുകാർ ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. എൻ്റെ മാമ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഈ പറഞ്ഞ വാശിക്ക്, എൻ്റെ മാമൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വാശിക്ക് നീ നോക്കിക്കോ, ഈ 25,000 രൂപ പോയ വഴി ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു ആനന്ദ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തകർക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുപിടിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കി കാണിച്ചു തരാം. നീ തന്നെയാണ് ഇത് എടുത്തത്, ഞാൻ സ്ഥാപിക്കൂടി എന്നെല്ലാം പറയാട്ടോ. പാവം ദേവിക്കാണെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ദേവി അവിടെ നിന്ന് കരയാട്ടോ. അന്ന് രാത്രിയാണെങ്കിൽ ഗോമതി സങ്കടപ്പെട്ട് ബാലനോട് പറയുന്നുണ്ട്, പാവം ധർമ്മൻ അവന് മനസ്സ് വിഷമിച്ച് പോയി. അതുകൊണ്ടാണ് അവന് ആ പൈസ വേണമായിരുന്നെങ്കിൽ അതങ്ങ് നമുക്ക് എടുത്തതിന് കുറ്റം പറയണ്ടായിരുന്നു. ഗോമതി, ഞാൻ അവനെ കുറ്റം പറഞ്ഞില്ലല്ലോ. അല്ല, നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ അവനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചാൽ മതിയായിരുന്നു. അതാണ് അവനത് വിഷമമായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ പോട്ടെ ബാലേട്ടാ, അവനെ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ തിരുത്തില്ലേ? അതുപോലെ തന്നെ അവനോട് നമ്മൾ ക്ഷമ കൊടുക്കണം. എടി, എനിക്ക് അവനോട് യാതൊരു കുഴപ്പമില്ല. അവനല്ലേ അനാവശ്യമായിട്ട് ഓരോന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇറങ്ങിപ്പോയത്. പാവം, അവൻ ഈ പറയണ നേരം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ പോയി വിളിക്കാം, അതാ നല്ലത്. ബാലേട്ടൻ പോയി വിളിച്ചോ. പക്ഷേ ഈ രാത്രി പോകണ്ട. കാരണം ഇന്നിപ്പോൾ അവൻ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ആ വാശിക്ക് അവൻ ഇന്ന് വരാൻ തയ്യാറല്ല. നാളെ രാവിലെ പോയി വിളിച്ചാൽ ചിലപ്പോൾ വരൂടി. ഇതിന് മുമ്പ്
മുമ്പൊരിക്കൽ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ തിരിച്ച് വന്നില്ലേ, ആ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൻ വരുമെന്ന് എന്നിങ്ങനെ ബാലൻ ഗോമതിയോട് പറയാട്ടോ. അപ്പോൾ ധർമ്മനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവർ തീരുമാനിക്കണം. ഇനി വേറെ ആരും പോയി വിളിക്കണ്ട, ബാലൻ തന്നെ വിളിച്ചാൽ മാത്രമേ ധർമ്മം വരുള്ളൂ. അതുകൊണ്ടാണ് ഗോമതി വീണ്ടും വീണ്ടും ബാലേട്ട തന്നെ പോയി വിളിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നിവർത്തിയില്ലാതെ ബാലൻ തന്നെ പറയാണ്, അവനും എൻ്റെ മോനെ പോലെ തന്നെയല്ലേ, അവനിപ്പോൾ അത്രയും രൂപയുടെ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറയാത്തതിന് മാത്രമേ ഞാൻ എടുത്തു ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ അവൻ മോഷ്ടിക്കില്ല, എനിക്കറിയാം, നാളെ ഞാൻ പോയി വിളിച്ചോളാം എന്ന് ബാലൻ തീരുമാനിക്കണം കേട്ടോ. ആ രാത്രി തന്നെ കൃഷ്ണമംഗലത്താണെങ്കിലേ നമ്മുടെ അനുമോള് സങ്കടത്തിലിരിക്കുകയാണ് റൂമിൽ. അതും കണ്ടുകൊണ്ട് നമ്മുടെ അലോക് വന്നിട്ട്, ആഹാ മാമൻ അവിടുന്ന് പിണങ്ങി ഇറങ്ങി വന്നതുകൊണ്ടായിരിക്കും അവൾ കരഞ്ഞ് മെഴങ്ങി ഇരിക്കുന്നത്, കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചൊറിയാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അനുമോളോട്. എടി നിൻ്റെ വീട്ടുകാർ വലിയ എന്തോ ദാനശീലയാണ്, ധർമ്മസ്ഥരാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ദേവമംഗലം ഒന്ന് വീട്ടിനൊരു പേരും. ഓ ഗോമതി സ്റ്റോർ നടത്തുന്ന ബാലൻ ദാനധർമ്മശീലനായിട്ടുള്ള ഒരാൾ, എന്നിട്ടിപ്പോൾ എന്തേ അവിടെ നിന്നൊരാൾ അയാളെ തൂക്കിയെടുത്ത് വെളി കയറിയാൻ നോക്കുന്ന അല്ലേ, പാവം കൊച്ചിച്ചൻ എത്ര കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാടി, എന്നിട്ട് അവസാനം കള്ളൻ എന്നുള്ളൊരു പേരും കൊടുത്ത് അടിച്ചിറക്കിയിരിക്കുന്നു. ദേലോകെ മിണ്ടാതിരിക്കെ, എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇതിലെന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല, എൻ്റെ മാമനെതിരെ കളിച്ചാൽ ഞാനും വിടൂലടി, അവളെ ഒരു അച്ഛൻ വന്നേക്കണ്, അച്ഛൻ നീയും നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാം ഇതുപോലെ തന്നെയാണ് എന്നും പറഞ്ഞാൽ അലോകം അങ്ങോട്ട് തകർക്കാട്ടോ. പാവം അനുമോൾക്ക് ദേഷ്യം വരണുണ്ട്, സങ്കടവും വരണുണ്ട്. അപ്പോൾ അനുമോൾ പറയാം, ഇനി നീ ഇതുപോലെ ഇവിടുന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോടി, നീ എവിടെ വരെ പോവും, ഞാൻ വെളിയിൽ പോയി കിടക്കാൻ പോവാം എന്നും പറഞ്ഞ് തലകണിയും ഒക്കെ എടുത്തിട്ട് വെളിയിൽ പോവാട്ടോ അനുമോളും. അപ്പോൾ തന്നെ അലോക് പറയാം, നിക്കടി അവിടെ പോകുന്നൊക്കെ കൊള്ളാം, ഇപ്പോഴേ കൊച്ചിച്ചൻ ഇവിടെ വന്നിരിപ്പുണ്ട്, അവർ പുറത്തുണ്ട്, നീ ഇപ്പം അവിടെ ചെന്ന് കിടന്നാലേ അവർ ചോദിക്കും എന്തേ അകത്ത് കിടക്കാത്ത പുറത്ത് കിടക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കള്ളത്തരം മുഴുവനും ഇവിടെ എല്ലാവരും അറിയൂടി. അങ്ങനെയാണെങ്കിൽ എനിക്കും കാര്യങ്ങൾ എളുപ്പമായി, നിന്നെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് എൻ്റെ ജീവിതം തുടങ്ങാമല്ലോ എന്നിങ്ങനെ അലോക് പറയുമ്പോൾ അനുമോളൊന്ന് ചിന്തിക്കാട്ടോ. അത് ശരിയാണല്ലോ, ഞാനിപ്പോൾ പുറത്തേക്ക് പോയാൽ ഒരുപക്ഷെ മാമൻ കാണും, കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചോദിക്കും, പ്രശ്നമാവും, ഇവിടെ പ്രശ്നത്തിലാണെന്നുള്ള കാര്യങ്ങൾ അറിയും, ആകെ കുഴപ്പമാവും, അനുമോൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. അങ്ങനെ അനുമോൾ നിവർത്തിക്കെട്ട് മുറിക്കാതെ കിടക്കട്ടോ. വീണ്ടും അനുമോൾ ഇത് തന്നെ അവസരമെന്നും പറഞ്ഞ് കുത്തി പറയാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് അവസാനം അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട്, കാരണം തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, സത്യം അറിയണില്ലല്ലോ. അതും കണ്ടുകൊണ്ട് അലോക് വീണ്ടും എരികേറ്റി കൊടുക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ധർമ്മനാണെങ്കിൽ സുഗന്യ ചായയും കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ധർമ്മനോട് പറയുന്നുണ്ട്, ധർമ്മേട്ടാ അവിടെ ഉള്ളവരൊക്കെ നല്ലവരൊന്നുമല്ല, ധർമ്മേട്ടനെ ഒരു 25,000 രൂപയുടെ പേരിൽ കള്ളനാക്കിയില്ലേ, കണ്ടില്ലേ, അവർ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ 25,000 രൂപ അവരാരോ എടുത്ത് മാറ്റിയതാ, എന്നിട്ട് ധർമ്മേട്ടൻ തലയിൽ വെച്ചു. അപ്പോൾ എന്ത് വിചാരിക്കും, ധർമ്മേട്ടൻ പാവമല്ലേ, ഒന്നും മിണ്ടൂല, ആ കള്ളത്തരം അങ്ങ് ഏറ്റെടുക്കും എന്ന് വിചാരിച്ച് കാണും. ജീവിതകാലം മുഴുവൻ കള്ളനായിട്ട് അവിടെ കിടക്കണമെന്ന് എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലേ ഞാൻ അവരെ ശരിയാക്കിയേനെ എന്നിങ്ങനെ സുകന്യ പറയാട്ടോ. എന്തായാലും ഒരു കണക്കിന് നന്നായി, അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയല്ലോ, അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇത്രയും നാൾ പട്ടിയെ പോലെ കിടന്ന് അധ്വാനിച്ചിട്ട് സ്വന്തം ഭാര്യയ്ക്കൊരു വാച്ച് വാങ്ങിക്കൊടുത്തതിന് 25,000 രൂപ അവിടെ നിന്ന് എടുത്തു എന്നും പറഞ്ഞാണല്ലോ അവരിങ്ങനെയൊക്കെ കാണിച്ചത്. ഒരു കണക്ക് നോക്കി ഞാൻ വാച്ചിന് വേണ്ടി നിർബന്ധം പിടിച്ച വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. ഇനി ഒരു കാര്യം ചെയ്യാം, ധർമ്മേട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടിരുന്നോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് പോവാട്ടോ. അന്ന് രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ബാലൻ വരും കേട്ടോ കൃഷ്ണമംഗലത്തേക്ക്. വന്നിട്ട് പറയാൻ ധർമ്മനെ നോക്കുകയാണ്. ധർമ്മം പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് അവിടെ നിന്നും കൊണ്ട് ബാലമോനെ ധർമ്മന്ന് വിളിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ബാലൻ, ഓ ധർമ്മം പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുമ്പോൾ, മോനെ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് വന്നതാന്ന് പറയുമ്പോൾ, എന്നെ വിളിക്കാനോ, നിങ്ങളോ, അതിന് നിങ്ങളെൻ്റെ ആരാ എന്ന് നിങ്ങൾ ധർമ്മം ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ബാലനങ്ങ് വല്ലാതായിപ്പോയി. അങ്ങനെ ഗോമതി ഓടിക്കൊണ്ടുവന്നു, എടാ ധർമ്മ, നീ ആരോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, നീ വാടാ, നിന്നെ തിരിച്ച് വിളിക്കാനാണ് ഞങ്ങൾ വന്നത്, എന്നെ ഇവിടെ ആരും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ തൊട്ട് പറക്കെ മീനാക്ഷി വരുന്നുണ്ട്, മിത്ര വരുന്നുണ്ട്, ഓരോരുത്തരായിട്ട് വരാട്ടോ, മാമ തിരിച്ച് വരണം, ഇതൊരു തെറ്റിദ്ധാരണയുടെ പേര് സംഭവിച്ചതാണ്, അല്ലാതെ മാമൻ എടുത്തു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങാട്ടോ. അമ്മയും അച്യുതനും ആനന്ദനും അലോകും അനുമോളും ഒക്കെ പിറകെ വന്ന് നിൽക്കുക കേട്ടോ. ബാക്കി അനുമോളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അനുമോൾക്ക് നല്ല സങ്കടം ആവണുണ്ട്. അപ്പോൾ ബാലൻ പറയാണ്, ബാലനോട് ഉടനെ തന്നെ നമ്മൾ ധർമ്മം പറയാം കേട്ടോ, നിങ്ങളെ ഇത്രയും കാലം ഞാനൊരു അടിമയെ പോലെ അവിടെ കിടന്നു, നിങ്ങൾക്ക് ശമ്പളമില്ലാത്തൊരു ജോലിക്കാരനെയാണ് ആവശ്യം,
അതായിരുന്നു എൻ്റെ മേലെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചത്. എനിക്ക് ഈ ധർമ്മന് മോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്നെ അടിക്കേ തല്ലേ കൊല്ലേ എന്ത് വേണം ചെയ്തു. പക്ഷേ ഒരു രൂപ കള്ളത്തരം കാണിച്ചൊന്ന് മോഷ്ടിച്ചൊന്നും എന്നെ പറഞ്ഞാലേ ഞാൻ സഹിക്കില്ല. അത് ഞാനായാലും ശരി തന്നെ. എന്നെ ഇങ്ങോട്ട് ആരും വിളിക്കുകയും വേണ്ട, എനിക്ക് അവിടെ ആരുമില്ല, ദേവമകളോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മനാകെ കൈയൊഴിയാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമ്മൾ ഗോമതിക്കും ബാലനും ഒന്നും സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ധർമ്മൻ്റെ വായിന് ഇത്രയും കഠിനമായ പരുഷമായ വാക്കുകൾ കേട്ട് അവരാകെ തകർന്ന് മരവിച്ച് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്